പ്രളയത്തിന്റെ പേരിലും ലൈഫ് പദ്ധതിയുടെ പേരിലും സർക്കാരിൽ നിന്ന് ലഭിച്ച വീടുകളിൽ ആൾതാമസമില്ല. പ്രളയക്കെടുതിയിൽ ലഭ്യമായ വീട് 20 ലക്ഷത്തിന് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു. ലിസ്റ്റിൽ കടന്നുകൂടിയ അനർഹരിൽ നിന്നും വീടും സ്ഥലവും തിരിച്ചുപിടിച്ച ഭവനരഹിതർക്ക് നൽകുവാൻ സർക്കാരിനാകണമെന്നും ആവശ്യമുയരുന്നുണ്ട്. ഒരേക്കർ പട്ടയ സ്ഥലവും വീടുമുള്ളവരും വരെ സർക്കാർ വക സ്ഥലവും വീടും കൈപ്പറ്റിയതായും ആക്ഷേപമുണ്ട്. ഇത്തരക്കാരാണ് ഇരട്ടി ലാഭത്തിന് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. 2018 പ്രളയത്തിൽ വീട് നശിക്കുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തവർക്കും വീണ്ടും പ്രളയസാധ്യത നിലനിൽക്കുന്ന മേഖലകളിൽ താമസിക്കുന്നവർക്കുമാണ് സർക്കാർ പുനരധിവാസ പദ്ധതിയിൽപ്പെടുത്തി സ്ഥലം വാങ്ങി വീട് വെച്ച് നൽകിയത്. കൂടാതെ ലൈഫ് ഭവന പദ്ധതിയിലും ഭൂരഹിതരും ഭവനരഹിതരുമായവർക്കും വീട് നൽകി. എന്നാൽ ഇതിൽ പല വീടുകളും ആൾതാമസമില്ലാതെ ഒഴിഞ്ഞുകിടക്കുകയാണ്. ചിലതാകട്ടെ ഉടമസ്ഥർ വിൽപ്പനയ്ക്കും ശ്രമിക്കുന്നു. നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയത്തിൽ വീടും കൃഷിയിടങ്ങളും വളർത്തുമൃഗങ്ങളുമൊക്കെ നഷ്ടമായ അനേകരാണ് ഉള്ളത്. ഇവരിൽ ബഹുഭൂരിപക്ഷം പേരെയും സർക്കാർ പുനരധിവസിപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ അനർഹരായവരും ലിസ്റ്റിൽ കടന്നുകൂടി എന്നതാണ് വസ്തുത. സർക്കാരിൽ നിന്നും 6 ലക്ഷം രൂപ സ്ഥലം വാങ്ങുവാനും 4 ലക്ഷം രൂപ വീട് വയ്ക്കുന്നതിനും ഒപ്പം 100 തൊഴിലുറപ്പ് ദിനങ്ങളും കൈപ്പറ്റി നിർമ്മാണം പൂർത്തിയാക്കിയിട്ട് ഒരിക്കൽ പോലും ഇവിടെ താമസിക്കാതെ പഴയയിടത്ത് തന്നെ താമസം തുടർന്നിട്ട് സർക്കാരിൽ നിന്നും കിട്ടിയ വീടും സ്ഥലവും വിൽപ്പനയ്ക്ക് ശ്രമിക്കുന്നവരുമുണ്ട്. കൂടാതെ ലൈഫ് ഭവന പദ്ധതിയിൽ വീട് ലഭിച്ചവരും വീട് ലഭിച്ച വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇവിടെ താമസിക്കുവാൻ തയ്യാറായിട്ടില്ല. ഇത്തരക്കാരുടെ വീടുകൾ സർക്കാർ തിരിച്ചുപിടിച്ച് അർഹരായവർക്ക് നൽകുവാൻ തയ്യാറാകണം. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ വീടുകൾ ഫണ്ടുകൾ മേടിച്ചിട്ട് ഈ അനർഹരായിട്ടുള്ള അതായത് വേണ്ടാത്തവർക്ക് വീട് മേടിച്ചുകൊണ്ട് പണിത് വാർത്തെല്ലാം ഇട്ടേച്ച് അതും കാടും കയറി കിടക്കുന്നു. അവരാരും അതിനകത്ത് താമസിക്കുന്നില്ല. എന്നിട്ട് ചെറ്റക്കുടിയിൽ കിടന്ന് താമസിക്കുവാണ് താൻ വൈസൗകര്യം നോക്കി ഇങ്ങനെ അങ്ങോട്ട് താമസിക്കുക. ആ പണ്ടൊക്കെ വേറെ പാവപ്പെട്ടവർക്ക് കൊടുത്തെങ്കിൽ അവരൊക്കെ നല്ല ഭംഗിയായിട്ട് ജീവിക്കാൻ. ആ പ്രളയത്തിൽ പോയവർക്കും അവർക്കൊക്കെ എന്തോരം വീടുകളാണ് കിട്ടാനുള്ളത്. ഇത് ഉപയോഗശൂന്യമായിട്ട് ഇങ്ങനെ കിടന്ന് നശിച്ചുകൊണ്ടിരിക്കുക. ഇടുക്കി മരിയാപുരം പഞ്ചായത്തിൽ ചിറ്റടിക്കവല വാർഡിൽ മലപ്രവണൽ മാത്യു എന്നയാൾക്ക് പ്രളയത്തിൽപ്പെടുത്തി സ്ഥലം വാങ്ങുവാൻ 6 ലക്ഷവും വീട് പണിയുവാൻ 4 ലക്ഷവും 100 തൊഴിലുറപ്പ് ദിനങ്ങളും നൽകി. 2019 സ്ഥലം വാങ്ങുകയും 2021 വീട് പണി പൂർത്തീകരിക്കുകയും ചെയ്തു. ഇവിടെ ഇവർ താമസം പോലും ആരംഭിച്ചിട്ടില്ല. ഈ സ്ഥലവും വീടുമാണ് 20 ലക്ഷത്തിന് വിൽക്കുവാൻ ഒരുങ്ങുന്നത്. ഇവർക്ക് ഒരേക്കർ പട്ടയ സ്ഥലവും വീടും വേറെ ഉണ്ടെന്ന് ഇവർ തന്നെ പറയുന്നുമുണ്ട്. ഇതേ വാർഡിൽ ലൈഫ് ഭവന പദ്ധതിയിൽ വീട് ലഭിച്ചിട്ടും താമസിക്കാത്തവരും ഉണ്ട്. ഇത് കേവല ഉദാഹരണങ്ങൾ മാത്രമാണ്. ഇത്തരം വീടുകൾ സർക്കാർ തിരിച്ചെടുത്ത് ഭവനരഹിതർക്ക് നൽകണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ഒപ്പം സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ച് പണം പറ്റിയ ശേഷം ഇരട്ടി ലാഭത്തിൽ വിൽപ്പന നടത്തുന്നവർക്കെതിരെ മാതൃകാപരമായ നടപടിയും വേണം. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.